ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് 12ാം ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റ് പ്രകാരമുള്ള വോട്ടിംഗ് ഇന്നലെ രാത്രി 12 മണിക്ക് അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെ അടിസ്ഥാനത്തിലെ ഒരു ഫൈനൽ വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ നോക്കുന്നത്. വോട്ടിങ്ങിൽ ആരാണ് ഏറ്റവും പിന്നിൽ നിൽക്കുന്നതെന്നും മുന്നിൽ നിൽക്കുന്നതെന്നും നമ്മൾ വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഏറ്റവും അവസാനം നിൽക്കുന്ന, അതായത് 7ഉം 6ഉം സ്ഥാനങ്ങളിൽ നിൽക്കുന്ന മത്സരാർത്ഥികളായിരിക്കും ഈ ഒരു വീക്കിൽ ലാലേട്ടൻ ഇന്ന് നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡ് ബന്ധപ്പെട്ടുകൊണ്ട് ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് പുറത്തേക്ക് പോകാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ളത്. അപ്പോൾ ലൈവിൽ വോട്ടിംഗ് തുടങ്ങിയിട്ട് 1ാം സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും അവസാനം അനീഷിന് തന്നെ ആ ഒരു 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അനീഷ് ഒരു വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി 1ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അവസാനിക്കുന്ന സമയത്ത്. അത് പിന്നീട് നമ്മൾ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് അനുമോളാണ്. അനുമോൾക്കും ഈ പറയുന്ന പോലെ ഒരുപാടധികം വോട്ടുകൾ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ട് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് 3ാം സ്ഥാനത്ത് നൂറയായിരുന്നു. വോട്ടിംഗ് തുടങ്ങി ആദ്യം മുതൽ അവസാനം വരെ നൂറ 3ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. നൂറക്കും ഈ കഴിഞ്ഞ നോമിനേഷൻ പ്രകാരം ഒരുപാട് വോട്ടിംഗ് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് 4ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആര്യനാണ്. ആര്യനും ഈ ഒരു നോമിനേഷൻ ലിസ്റ്റ് പ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ചാടി നിന്നൊരു കണ്ടസ്റ്റന്റ് തന്നെയാണ് 4ഉം 5ഉം 6ഉം സ്ഥാനങ്ങളിലൊക്കെ ആയിട്ട്. അപ്പോൾ ഏറ്റവും അവസാനം വോട്ടിംഗ് അവസാനിക്കുന്ന സമയത്ത് 4ാം സ്ഥാനം എന്നൊരു സേഫ് സോൺ ആര്യന് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് 5ാം സ്ഥാനത്തേക്ക് ഒരു അട്ടിമറി മുന്നേറ്റത്തിലൂടെ വന്നിരിക്കുന്നത് സാബുമാൻ ആണ്. ഏറ്റവും അവസാനം നിന്നൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. സാബുമാൻ ഇപ്പോൾ വോട്ടിംഗ് അവസാനിക്കുന്ന സമയത്ത് 5ാം സ്ഥാനത്ത് ഒരു സേഫ് സോണിലേക്ക് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് 6ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് അക്ബർ ഖാൻ ആണ്. അക്ബർ ഖാൻ ഈ ഒരു വീക്കിൽ പുറത്തേക്ക് പോകാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ചെയ്തു വരുന്ന പല കാര്യങ്ങളും ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് തന്നെയാണ്. അടുത്തതായിട്ട് ഏറ്റവും അവസാനം 7ാം സ്ഥാനം ഈ ഒരു വീക്കിൽ പുറത്തു പോകുമെന്ന് ഉറപ്പിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് നെവിൻ. നെവിൻ ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ബിഗ് ബോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഷാനവാസിന്റെ കേസിലും അനുമോളുടെ കേസിലൊക്കെ നെവിൻ എന്താണ് കാണിച്ചു കൂട്ടിയെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നെവിൻ ഈ ഒരു വീക്കിൽ ഏറ്റവും അധികം പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയാണ്. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ ഇന്ന് വെള്ളിയാഴ്ച ലാലേട്ടൻ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഉച്ചവരെ ആയിരിക്കും ശനിയാഴ്ചയിലേക്കുള്ള വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഈ പറയുന്ന ബ്രേക്കിന് ശേഷമായിരിക്കും ഈ പറയുന്ന ഞായറാഴ്ചയിലേക്കുള്ള വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഉച്ചക്കാണ് എവിക്ഷൻ സംഭവിച്ചിരുന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇന്ന് ഈവനിംഗ് ഉള്ളിൽ ആ ഒരു അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും. അഥവാ നമ്മുടെ സൺഡേയിലെ എപ്പിസോഡിലാണ് എവിക്ഷൻ വരുന്നതെങ്കിൽ ഇന്ന് രാത്രിക്കുള്ളിലായിരിക്കും ഏത് കണ്ടസ്റ്റന്റ് ആണ് പുറത്തേക്ക് പോയതെന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും കണ്ടസ്റ്റൻസിന്റെ എവിക്ഷൻ വീഡിയോ നമ്മൾ ഒരിക്കലും ചെയ്യില്ല. അത് ബിഗ് ബോസിന്റെ റൂൾസിന് എതിരായതുകൊണ്ട് നമ്മൾ എവിക്ഷൻ വീഡിയോ ചെയ്യില്ല. അപ്പോൾ നമുക്ക് നോക്കാം ആരായിരിക്കും ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്തു പോകാനായിട്ട് പോകുന്നതെന്ന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ടും വോട്ടിംഗ് അപ്ഡേറ്റുമായിട്ടും നമുക്ക് വീണ്ടും കാണാം. താങ്ക്